പിന്നെ ഇതിൽ പറയാനുള്ളത് എനിക്ക് തോന്നുന്നു കുറച്ച് വിഷമം ഉണ്ടാകുന്നവരാണെന്ന് പറയുന്നത് സഹലാവാനാണ് സാധ്യത. നമ്മൾ സഹലിനെ പറ്റിയിട്ട് ഒരു വീഡിയോ നേരത്തെ ചെയ്തതാണ്. സോ സഹൽ 10 മിനിറ്റ് പ്ലെയർ എന്നതിൽ നിന്ന് ഒരു ബെഞ്ച് പ്ലെയർ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സഹൽ ഇനിയെങ്കിലും അത് റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ്. സഹലിനെ സംബന്ധിച്ച് കളികൾ ഇനിയും വന്നേക്കാം, പക്ഷെ നമ്മുടെ ഈ GCDA പോലെയുള്ള ആളുകൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഇനി ഇന്ത്യയുടെ കളി ഇങ്ങോട്ട് വരുമോ എന്നുള്ളത് നമുക്കൊരു സംശയമുള്ള കാര്യമാണ്. എന്നാലും ഇനിയും ഇന്ത്യയുടെ കളികൾ നമ്മുടെ ഹോമിൽ വന്നേക്കാം. സഹലിനൊക്കെ അപ്പോൾ അവസരം ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. അപ്പോ സഹല് കുറെ കൂടി ബെറ്റർ ആയിട്ട്, അല്ലെ കുറെ കൂടി മെച്ചുവേർഡ് ആയിട്ട് കരിയറിനെ പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ബഗാനിൽ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ലിസ്റ്റന്റെ താഴെ ഇങ്ങനെ കിടക്കേണ്ടി വരും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതായത് 10 മിനിറ്റ് പ്ലെയർ എന്ന പദവിയിൽ നിന്ന് മാറി ഇപ്പൊ ബെഞ്ച് പ്ലെയർ എന്ന പദവിയിലേക്ക് പോയിരിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ സഹലിനെയാണ് ആ ഗ്യാലറി മുഴുവൻ എക്സ്പെക്ട് ചെയ്തിരുന്നത്. ഇന്നലെ സഹലിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു ഗ്യാലറി മുഴുവൻ. സഹല് എപ്പോ ഇറങ്ങും. സഹല് ജസ്റ്റ് വാമപ്പ് ചെയ്യാൻ പോയപ്പോ പോലും ഗ്യാലറി ഇളകിയ ഒരു ഇളക്കം ഉണ്ടായിരുന്നു. സോ ഗ്യാലറി ഒന്ന് ഡിസപ്പോയിന്റ് ആയത് സഹല് ഇറങ്ങിയില്ല എന്ന ഒരു ഇതിലായിരുന്നു. പക്ഷെ സഹല് അവസാനം നമ്മൾ വൈക്കിംഗ് ക്ലബിന്റെ സമയത്തൊക്കെ സഹല് വന്നിട്ടുണ്ടായിരുന്നു. സഹല് ജസ്റ്റ് ആ വന്നത് തന്നെ ക്രൗഡിന് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. സഹലിനോടൊപ്പം ചാൻഡ് ചെയ്തു, സഹലിന് വേണ്ടി ചാൻഡ് ചെയ്തു, അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ